Dears, let's discuss the poem Body Without the D by Justice M. So, what happens if there is no D in the body? Let's see. So, here is Justice Amir. Justice Amir is a poet and performer based in Providence, Rhode Island, whose work explores the experience of being a black trans woman in a post-racial and potentially post-apocalyptic America. Z has competed and featured at various poetry venues across the nation. Z is a Pink Door Fellow, FAM Slam Champion, and two-time Providence Grand Slam Champion. Their work has been published in Glass Poetry Press, Poetry Magazine, and the Breakbeat Poets Volume 2 Black Girl Magic Anthology. So here, as you can see, Jessie Samir is a trans woman, and they are just ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റിസ് സമീറിനെ പോലുള്ള റൈറ്റേഴ്സ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ പർപ്പസ്ഫുള്ളി യൂസ് ദ പ്രൊനൗൺസ് സി ലൈക്ക് സി സേ XA എന്നാണ് ഏതെങ്കിലും നമ്മൾ സി എന്നാണ് വായിക്കുക, സി ജയ ജെം എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ബ്ലാക്ക് ആണ്, ദാറ്റ് മീൻസ് ഫ്രം ഒരു ആഫ്രിക്കൻ എത്നിസിറ്റിയിലുള്ള ആളെന്ന് കാണിക്കാനാണ് ബ്ലാക്ക് എന്ന് യൂസ് ചെയ്യുന്നത്. ആൻഡ് പോസ്റ്റ് റേഷ്യൽ, സോ റേസിസം എത്ര കണ്ട് റൂട്ടഡ് ആണ് എപ്പോഴും അമേരിക്കയിൽ എന്നുള്ളത് നമ്മൾ പല ന്യൂസ് ത്രൂ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ജെൻഡർ ഒരു വുമനായിട്ട് തന്നെ നിൽക്കുന്നത് തന്നെ ഇറ്റ്സ് സ്റ്റിൽ വെരി ഡിഫിക്കൽട്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ട്രാൻസ് പേഴ്സൺസ്, ട്രാൻസ് വുമൻ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചും കൂടെ അധികമാണ്. ലൈക്ക് ദ ഫീൽ ലൈക്ക്, അപ്പോൾ ആ ഒരു കൺസേൺസ് അവരുടെ തന്നെ നാരേറ്റീവ്സ് കൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ സിലബസിൽ തന്നെ വിദ്യ പോലെയുള്ള സ്മൈലിംഗ് വിദ്യ പോലെയുള്ള പേഴ്സൺസൊക്കെ അവരുടെ നാരേറ്റീവ്സ് പറയുമ്പോഴാണ് നമ്മൾ അതുപോലെ കൺസേൺസ് മനസ്സിലാക്കുക. ഈവൻ ഇൻ ഇന്ത്യ ഓൾസോ ഈ ട്രാൻസ് വുമൻ എന്നുള്ളത് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള വല്ല ഫിനോമിന പോലെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ടെൻഡൻസീസ്, ബയോളജിക്കൽ കണ്ടീഷൻസ് കാരണം അങ്ങനെ തോന്നുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. സോ അവരെ ഏത് രീതിയിലാണ് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തത് എന്നുള്ളിടത്ത് ഇന്നും പ്രോബ്ലംസ് ഉണ്ട്. പല റിലീജിയൻസ് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, കൾച്ചേഴ്സ് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എത്നിസിറ്റീസ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സിറ്റുവേഷൻ അവർ സാധാരണ ഇതിലൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. ഹിയർ ഇൻ ദിസ് പോം ഒരു അവരുടെ ഒരു ബോഡി അവരുടെ ബോഡി തന്നെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മളോട് ജസ്റ്റിസ് അവർ സംസാരിക്കുന്നത്. സോ ആസ് ഫോർ ജാനോ ഇറ്റ്സ് എ പോം കോണ്ടെക്സ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ക്യൂർ ലിബറേഷൻ. ക്യൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ് പേഴ്സൺസിനെ കവർ ചെയ്യുന്ന ഒരു ടേമാണ്. തീംസ് വരുന്നത് ട്രാൻസ്ജെൻഡർ എന്ന കൺസേൺസ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പോം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അലിയനേഷൻ, ലൈക്ക് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. അപ്പം ചില സ്റ്റീരിയോ ടൈപ്പിങ്സ് എങ്ങനെയാണ് വരുന്നത്, അപ്പം അതിൻ്റെ ബേസിൽ നമ്മളെങ്ങനെ ആളുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, അവരെ നമ്മൾ ഒരു ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കൺസേൺസും കൂടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോം. ദ ബോയ് വേക്സ് അപ്പ്. ഇത് നമ്മൾ ജസ്റ്റിസ് സമീർ വായിക്കുന്ന സമയത്ത് അത് പ്രസൻറ്റ് ചെയ്യുന്ന അവരുടെ പോം ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടവരുണ്ടാവും. ബോഡിയിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത്. സോ ഐ വിൽ ബി റീഡിങ് ഇറ്റ് ആസ് എ ബോഡി ഇറ്റ് സെൽഫ്. ദ ബോഡി വേക്സ് അപ്പ്, ദ ബോഡി ലുക്സ് അറ്റ് ഇറ്റ് സെൽഫ്, ദ ബോഡി നോട്ടീസസ് സംതിങ്. ജസ്റ്റ് എ സെക്കൻഡ്. Something missing. There is both too much and not enough flesh on the body. The body is covered in hair. What a hairy body. Some makes it look more like a body. Some makes it look more like a monster. ഒരു ഡേ ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ദ ബോഡി വേക്സ് അപ്പ്. ശരിക്കും ബോഡിയാണ്, ഒരാളല്ല, ബോഡിയാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അത്രയും ഒരു ശരിക്കും ഒരു സ്റ്റോക്കായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമ്മളെ ജസ്റ്റിസ് സമീർ ചെയ്യുന്നത്. എന്നിട്ട് എഴുന്നേറ്റിട്ട് ദ ബോഡി ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ദ ബോഡി നോട്ടീസസ് സംതിങ് മിസ്സിങ്. എന്തോ ഒന്ന് മിസ് ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. ബട്ട് ദിസ് ബോത്ത് ടു മച്ച്. പക്ഷെ എന്തോ കുറച്ച് അധികമായിട്ട് ഫ്ലഷ് ഓൺ ദ ബോഡി ഉണ്ട് ആൻഡ് നോട്ട് ഇനഫ് ഫ്ലഷ്. ബട്ട്
നോട്ട് ഇനഫ് ഫ്ലഷ് ഓൺ ദ ബോഡി. ഒരേ സമയം ബോഡിയിൽ അധികം ഫ്ലഷ് ഉണ്ടായിരിക്കുക, ഫ്ലഷ് ഇൻ ദ സെൻസ് ശരീരം ഉണ്ടായിരിക്കുക. അത് വെരി ഫ്ലഷ് നമ്മൾ സാധാരണ മാംസം എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. സോ മനുഷ്യന്മാരും അവരുടെ മാംസം എന്നുള്ള അർത്ഥത്തിലാണ് ഫ്ലഷ് എന്ന് വരുന്നത്. ആൻഡ് നോട്ട് ഇനഫ് ഫ്ലഷ് ഓൺ ദ ബോഡി. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആസ് ഫോർ ഒരു മെയിൽ ഫിസിക്കുള്ള ഒരാളാണ് ജസ്റ്റിസ് he became a trans woman. അപ്പോൾ മെയിൽ ഫിസിക് എന്ന് സ്വാഭാവികമായിട്ടും സ്ത്രീകളൊക്കെ കുറച്ചധികം ഡിഫറൻസ് ഉള്ളത്, കുറച്ചും കൂടി അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കുമല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഇനഫ് ടു മച്ച് ഫ്ലഷ് ഉണ്ട് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വാട്ട് ഡിസ്റ്റിങ്വിഷസ് man from a woman, man or woman മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ there will be difference in breast and അതുപോലെയുള്ള ഫ്ലഷ് ഭാഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് സംതിങ് ഈസ് മിസ്സിങ് എന്ന് തോന്നുകയാണ്. ദ ബോഡി ഈസ് കവേർഡ് ഇൻ ഹെയർ. നെക്സ്റ്റ് സ്റ്റാൻഡ്സിലേക്ക് എത്തുമ്പം പോയിട്ട് പറയാണ് ദ ബോഡി ഈസ് കവേർഡ് ഇൻ ഹെയർ. എന്നാൽ നോക്കുകയാണെങ്കിൽ ഹെയർ ഉണ്ട്, what hairy body, it's too much. And സെൻസ് സ്ത്രീകളെ അപേക്ഷിച്ച് സ്വതവേ മെയിലിന് കൂടുതലായിട്ട് എന്തുണ്ടായിരിക്കും, ഹെയറി ബോഡി ആയിരിക്കും ഉണ്ടാവുക. സോ സം മേക്സ് ഇറ്റ് ലുക്ക് മോർ ലൈക്ക് എ ബോഡി. പക്ഷെ ചില ഭാഗങ്ങളിലെ ഹെയറൊക്കെ അതെ ബോഡി പോലെ തന്നെ തോന്നുന്നുണ്ട്. ബട്ട് സം മേക്സ് ഇറ്റ് ലുക്ക് മോർ ലൈക്ക് എ മോൺസ്റ്റർ. ഒരു ഹെയറി മോൺസ്റ്റർ എന്നുള്ളൊരു ഇമേജ് ആണ് പോയിട്ട് ഇതിൽ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ട് പണ്ട് മുതലേ നമ്മൾ കാണുന്ന മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ സോംബി ഈ ടൈപ്സിനൊക്കെ ഭയങ്കര ഹെയറി ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ആസ്പെക്റ്റിലേക്കാണ് പോയിട്ട് സ്വന്തം മേലുള്ള ശരീരത്തിലുള്ള ഹെയർസിനെ കുറിച്ചിട്ട് പറയുന്നത്. The body didn't learn to shave from its father, so it taught itself how to graze its skin and cut things off. The body cuts itself by accident. The blood reminds the body it's the body, reminds the body how a body bleeds, reminds the body that not everybody bleeds. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റാൻസ ഈ സ്റ്റാൻസേഴ്സ് ഒക്കെ തുടങ്ങുന്ന ഒന്നും ഇംഗ്ലീഷ് പങ്ക്ച്വേഷൻസ് റൂൾസ് അനുസരിച്ച് ക്യാപിറ്റലൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതൊരു പോസ്റ്റ് കൊളോണിയൽ മൂവാണ്. എംപയർ റൈറ്റിംഗ് ബാക്ക് പൊളിറ്റിക്സിലുള്ള ആളുകളൊന്നും ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യണം, അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എന്നുള്ളൊരു പൊളിറ്റിക്സിൻ്റെയും കൂടെ ആളുകളാണ് ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. സോ ദ ബോഡി ഡിഡ് നോട്ട് ലേൺ ടു ഷേവ് ഫ്രം ഇറ്റ്സ് ഫാദർ അല്ല ഷേവ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്. സോ ഇറ്റ് ടോട്ട് ഇറ്റ് സെൽഫ് ഹൗ ടു ഗ്രേസ് ഇറ്റ് സ്കിൻ ആൻഡ് കട്ട് തിങ്സ് ഓഫ്. ഇപ്പോൾ സ്വന്തം ശരീരത്തിലെ ഈ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നല്ലോ, ഇപ്പോൾ ഹെയർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഗ്രേസ് ദ വേർഡ് ഗ്രേസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ഗ്രേസ് ചെയ്യാൻ സ്വയം തന്നെയാണ് പഠിച്ചത്. ആൻഡ് കട്ട് തിങ്സ് ഓഫ്. ദ ബോഡി കട്ട്സ് ഇറ്റ് സെൽഫ് ബൈ ആക്സിഡൻറ്റ്. അങ്ങനെ ബോഡി ഫസ്റ്റ് ടൈം ഷേവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ളൊരു ആക്സിഡൻറ്റ്, ഇറ്റ് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അങ്ങനെ ബോഡിയിൽ മുറിവ് വരികയാണ്. ദ ബ്ലഡ് റിമൈൻഡ്സ് ദ ബോഡി ഇറ്റ്സ് എ ബോഡി. അപ്പം ആ ബ്ലഡ് വന്നപ്പം ബോഡീനെ റിമൈൻഡ് ചെയ്യാണ് ഇതൊരു ബോഡി തന്നെയാണ്. റിമൈൻഡ്സ് ദ ബോഡി ഹൗ എ ബോഡി ബ്ലീഡ്സ്. എങ്ങനെയാണ് ഒരു ബോഡി ബ്ലീഡ് ചെയ്യാമെന്ന് മനസ്സിലാവാണ്. റിമൈൻഡ്സ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്. റിമൈൻഡ്സ് ദ ബോഡി ദാറ്റ് നോട്ട് എവരി ബോഡി ബ്ലീഡ്സ്. എല്ലാ ബോഡിയും ഇങ്ങനെ ബ്ലീഡ് ചെയ്യില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുകയാണ്. So the body talks to a girl about bleeding. So here in this context, second കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ദ ബോഡി ടോക്സ് ടു എ ഗേൾ അബൌട്ട് ബ്ലീഡിങ്. അപ്പം ഈ ബോഡി അല്ലെങ്കിൽ പോയറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പോയറ്റ് ഒരു ഷേവ് ചെയ്യുന്ന സമയത്ത്, ഒരു കട്ട് വരുന്ന സമയത്ത് ഈ ഒരു ബ്ലീഡിങ്ങിനെ കുറിച്ച്, ആ മെൻസ്ട്രേഷൻ തനിക്ക് വന്നോ എന്നുള്ളൊരു രീതിയിൽ ആലോചിച്ച് പോവാണ്. എന്നിട്ട് ദ ബോഡി ടോക്സ് ടു എ ഗേൾ അബൌട്ട് ബ്ലീഡിങ്. അപ്പം ഗേൾസിൻ്റെ ഒരു മെൻസ്ട്രേഷനെ കുറിച്ചിട്ട് തന്നെ ഒരു ഗേളിനോട് തന്നെ പോയിട്ട് ചോദിക്കാം. ഷീ എക്സ്പ്ലെയിൻസ് ഹൗ ദിസ് ബോഡി വർക്ക്സ്. അപ്പോൾ അവൾ പറഞ്ഞു തരികയാണ് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത് അവൾ പറയാം. ദിസ് ബോഡി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹേഴ്സ്. അപ്പോൾ പോയിട്ടിന് മനസ്സിലാവാണ് ഒരു ഗേളിൻ്റെ ശരീരവും തൻ്റെ ശരീരവും, ഹൗ മച്ച് ദറ്റ് പേഴ്സൺ ഈസ് ലോങ്ങിങ് ടു ബിക്കം എ ഗേൾ. അത്രയധികം ഒരു ഗേൾ ആവണം എന്ന് മനസ്സോടെ നാളെ നിൽക്കുന്ന ഒരു ആൾക്ക് പക്ഷേ ഈ ഒരു ബ്ലീഡിങ് ഗേൾസിൻ്റെ പോലുള്ള ബ്ലീഡിങ് അല്ല എന്ന് മനസ്സിലാവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയലൈസേഷൻ. ദ ബോഡി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹേഴ്സ്. ദ ബോഡി ഹാസ് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ് ഫ്ലഷ് ടു ബി ഹർ.
അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരികയാണ്, ഒരു റിഫ്രെയിൻ പോലെ വരികയാണ്. ബോഡി ഇനഫ് ഫ്ലഷ് ഉണ്ടോയെന്ന് വെച്ചാൽ യെസ്, ടു മച്ച് ഫ്ലഷ് ഉണ്ട് ബോഡിയിൽ, ബട്ട് നോട്ട് ഇനഫ് ഫ്ലഷ് ടു ബി ഹെർഡ്. പക്ഷേ ആവശ്യത്തിലധികം ഫ്ലഷ് തന്നെ ഉണ്ട്, പക്ഷെ ഒരു പെണ്ണാവാനുള്ള രീതിയിലല്ല ശരീരത്തിൻ്റെ ആകൃതി ഫ്ലഷ് ഉള്ളത് എന്നുള്ളത്. The biology of a body is just body will only ever be a body. അപ്പം ഈ ഒരു ബോഡീൻ്റെ ബയോളജി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ബോഡി ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ത്രൂ ഔട്ട് ബോഡി എന്നുള്ളത് ഡി ഇല്ലാതെയാണ് എഴുതുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരേ സമയം ഇത് എങ്ങനെയും വായിക്കാം, ബോയ് എന്നുള്ള അർത്ഥത്തിലും വായിക്കാം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻ വിത്ത് അവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു ഡി ഇല്ലാത്തൊരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ആണിൻ്റെ ഒരു ശരീരത്തോടെ നിൽക്കുക, അറ്റ് ദ സെയിം ടൈം എല്ലാം ഫെമിനൈൻ ടെൻഡൻസീസ് തോന്നുന്ന, ഫെമിനൈൻ ഏർജസ് ഉണ്ടായിരിക്കുന്ന ഒരാളായിട്ട് ജീവിക്കുന്നതിലെ കൺസേൺസ് ആണ് പോയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ദ ബയോളജി ഓഫ് എ ബോഡി ഈസ് ജസ്റ്റ് ബോഡി വിൽ ഓൺലി എവർ ബി എ ബോഡി. ബോഡി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ബോയ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. ദ ബോഡി ഈസ് ബ്ലാക്ക്. So the body is and will only ever be a body. The body couldn't be a man if it tried. The body tried. The body is black. അപ്പം ഇത് ആ ഒരു കളർ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക്, ഒരു റേഷ്യൽ പൊളിറ്റിക്സിലേക്കും കൂടി മെൻഷൻ ചെയ്യാണ്. ബ്ലാക്ക് ആണ്, ആഫ്രിക്കൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ എത്നിസിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പോൾ വിനോ എങ്ങനെ വൈറ്റ് മെൻ അല്ലെങ്കിൽ ഒരു വൈറ്റ് സുപ്രീമസി എങ്ങനെയാണ് ബാക്കി എല്ലാ എത്നിസിറ്റീസിനെയും ഡെറോഗേറ്ററി ആയിട്ട് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദ ബോഡി ഈസ് ആൻഡ് വിൽ ഓൺലി എവർ ബി എ ബോഡി. ബോഡി എല്ലാ കാലത്തും എപ്പോഴും ബോഡി ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബോയ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് കുഡിൻ ബി എ മാൻ ഇഫ് ഇറ്റ് ട്രൈ ചെയ്താലും എന്താവാൻ പറ്റില്ല, ഒരു മാൻ ആവാൻ പറ്റില്ല. തിരിച്ച് മാൻ ആവാൻ പറ്റുമോ? ഇല്ല. മാൻ ആകാനുള്ളൊരു ടെൻഡൻസീസ് അല്ല, ഒരു സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് അല്ല അവർക്ക് ഉള്ളിൽ, ഏർജസ് അല്ല അവർക്ക് ഉണ്ടാവുന്നത്. ദ ബോഡി ട്രൈഡ്, ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും മാൻ ആവാൻ കഴിയില്ല, ഒരിക്കലും ഒരു വുമൻ ആവാനും കഴിയില്ല. The body feels empty. The body feels like it will only ever be empty. The body feels that it will never hold the weight of another body inside of it, no matter how many days fit inside the body. ബോഡിക്ക് ഒരു എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്, ഫുള്ള് നമ്മളൊരു ഹോളോ ആയതുപോലെ, ഉള്ളിലൊന്നും ഇല്ലാത്തതുപോലെ, ഒരു പൊള്ളയായിരുന്നൊരു ഫീൽ. ഇതൊരു മാനസികമായിട്ടെന്ന് പറയുമ്പം ലൈക്ക് നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മളൊരു മീനിങ്ലെസ് ലൈഫിലൊരു അർത്ഥമില്ലാതെ ഇതെല്ലാം തോന്നുന്ന ചില മൊമെൻറ്റ്സിലാണ് നമുക്ക് ഈ ഒരു ഹോളോനെസ് അല്ലെങ്കിൽ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുക. അതാണ് ബോഡിക്ക് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് വിൽ ഓൺലി എവർ ബി എംപ്റ്റി. കാലാകാലത്തും ഇങ്ങനെ എംപ്റ്റി ആയിട്ട് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കൺസേണും കൂടെ വരികയാണ്. ദ ബോഡി ഫീൽസ് ദാറ്റ് ഇറ്റ് വിൽ നെവർ ഹോൾഡ് ദ വെയിറ്റ് ഓഫ് അനദർ ബോഡി ഇൻസൈഡ് ഓഫ് ഇറ്റ്. ഒരു ബോഡി മറ്റൊരു ബോഡീൻ്റെ വെയിറ്റ് ഉള്ളിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ദിസ് ഹാസ് സംതിങ് ടു ഡു വിത്ത് പ്രഗ്നൻസി. ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫീമെയിലിന് മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമൻ സ്പീഷീസ്. അപ്പോൾ അതൊരിക്കലും കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടെ പോയിട്ട് മെൻഷൻ ചെയ്യാണ്. ദ ബോഡി ഫീൽസ് ദാറ്റ് ഇറ്റ് വിൽ നെവർ ഹോൾഡ് ദ വെയിറ്റ് ഓഫ് അനദർ ബോഡി ഇൻസൈഡ് ഓഫ് ഇറ്റ്, നോ മാറ്റർ ഹൗ മെനി ഡേയ്സ് ഫിറ്റ് ഇൻസൈഡ് ദി ബോഡി. അപ്പോൾ എത്ര ഈ ബോഡി എന്ന് എഴുതുന്നിടത്ത് ബി ഓലിപ്പം ഡി ഇല്ല, അവിടെ നമ്മൾ ഡി ആഡ് ചെയ്ത് എത്ര ഡീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും വേറൊരു ബോഡിയെ തൻ്റെ ശരീരത്തിൽ ലൈക്ക് വിമൻ ഡു, സ്ത്രീകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ, വിമൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ആൻഡ് ദ ബോഡി ഫീൽസ് എംപ്റ്റി. The body is a hollow facade. It attempts a convincing veneer. The body dresses what hips on the body. Body paints its face what leaps on the body. Body adorns itself with labels written for lovelier frames. What a beautiful body. Still a body, but a fierce body now. A royal body now. A body worthy of being called queen. What a dazzling ruse. To turn a body into a lie everyone loves to look at. ഒരു ബോഡിക്ക് തന്നെ തോന്നുക അതൊരു ഹോളോ ആയിട്ടുള്ള ഒരു ഫസാദ് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് മാത്രം കാണുന്നത്, ഉള്ളിലൊന്നുമില്ലാത്ത ഒരു രൂപം എന്നുള്ള ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. ഇറ്റ് അറ്റംപ്റ്റ്സ് എ കൺവിൻസിങ് വെനീർ. പുറമേക്ക് മാത്രമല്ല, ഉള്ളിലൊന്നുമില്ല, എംപ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു
എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ടും കൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലും കൂടെ വരുന്ന ഒരു കൺസേൺ ആണ്. കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വെനീർ ഇൻ ദ സെൻസ് ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്തോ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്ത് ഈ ഒരു അലങ്കരിച്ചിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ എംബലിഷ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഉള്ളതിനാണ് വെനീർ എന്ന് പറയുന്നത്. എന്താ അപ്പോൾ സാധാരണ നമ്മൾ ഈ വുഡൻ ഫേർണിച്ചറിനൊക്കെ മേലെ പോളിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ടേം യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ബോഡി എന്ത് ചെയ്യാണ്, സ്വന്തം ശരീരത്തെ ഇങ്ങനെ അലങ്കരിക്കുകയാണ്. ദ ബോഡി ഡ്രസ്സസ് ബോഡി ഹിപ്സ് ഓൺ ദി ബോഡി പെയിൻസ് ഇറ്റ് ഫേസ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ബോഡി പിന്നെ ഫേസസ് പെയിൻറ്റിങ് ഇൻ ദ സെൻസ് മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. വോട്ട് ലിപ്സ് ഓൺ ദ ബോഡി. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഫീമെയിൽ ആവാൻ വേണ്ടിയിട്ട് ത്രൂ ബോഡി ശ്രമിക്കുകയാണ്, ത്രൂ വെനീർ ശ്രമിക്കുകയാണ്. ആൻഡ് ബോഡി അഡോൺസ് ഇറ്റ് സെൽഫ് വിത്ത് ലേബിൾസ് റിട്ടൺ ഫോർ ലവ്ലിയർ ഫ്രെയിംസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ബോഡി. പക്ഷേ സ്റ്റിൽ എ ബോഡി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അപ്പോഴും ഒരു ബോഡിയാണ് അല്ലെങ്കിൽ ഒരു ബോയ് ആണ്. ബട്ട് എ ഫിയേഴ്സ് ബോയ് നോ, റോയൽ ബോഡി നോ. പക്ഷെ ഇപ്പം ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഫിയേഴ്സ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി റോയൽ ആയിട്ട് തോന്നുന്നുണ്ട്. എ ബോഡി വർത്തി ഓഫ് ബീങ് കോൾഡ് ക്വീൻ വേണമെങ്കിൽ ഒരു ക്യൂൻലി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് എ ഡാസ്ലിംഗ് റൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡിസീവ് ചെയ്യുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനാണ് റൂസ് എന്ന് പറയുക. അപ്പോൾ ഡാസ്ലിംഗ് വളരെ തിളക്കത്തിൽ, പക്ഷെ എക്സ്റ്റേണലി മാത്രം വളരെ തിളക്കമുള്ള എന്നാൽ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി. ടു ടേൺ എ ബോഡി ഇൻ ടു എ ലൈ എവ്രി വൺ ലവ്സ് ടു ലുക്ക് അറ്റ്. അപ്പോൾ എങ്ങനെയാണ് എന്ത് ശരിക്കും ചെയ്യുന്നത് ഇങ്ങനെ ഇതൊരു റൂസാണ്, ഒരു ഡാസ്ലിംഗ് റൂസാണ്. ഒരു ബോഡിയെ പിടിച്ചിട്ട് എല്ലാവർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ലവ്ലി ആയിട്ട് തോന്നുന്ന രീതിയിൽ മാറ്റുന്നത് തന്നെ ഒരു ഡാസ്ലിംഗ് റൂസാണെന്നാണ് പോയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ആ ട്രാൻസ് വുമൻ ഐഡൻറ്റിറ്റി കൺസേൺസ് ആണ്, അല്ലെങ്കിൽ അവർ സിറ്റുവേഷൻ കാരണം ഒരു വിത്തിൻ ദ ബോഡി ഇൻസൈഡ് ദ ബോഡിയിലുള്ള ഈ ഒരു ഹോളോനെസ് കാരണം പുറമേക്ക് സ്വയം അലങ്കരിക്കാൻ തീരുമാനിച്ച ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്കാണ് ഈ ഒരു പോയിറ്റ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വരുന്നത്. The body looks at itself. The body sees all the working at its glows. The body hears all the Moses asking for its missing. The body offers all of its letters. B for the birth, O for the operation, Y for the lack left in its genes. What this boy would abandon for the risk of being real. The body പിന്നെ എന്ത് ചെയ്യാൻ looks at itself. സ്വയം തന്നെ നോക്കാം. The boy sees all the gawking at its glows. ഗോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റെയർ ചെയ്യുക, തുറിച്ച് നോക്കുക, തന്നെ ഗ്ലോസ് തിളക്കത്തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. The body has all the masses asking for its missing. അപ്പം ആളുകൾ എപ്പോഴും വാട്ട് ഈസ് മിസ്സിങ് എന്നുള്ളതാണ് ആളുകളുടെ ഒരു കൺസേൺ ആയിട്ട് എപ്പോഴും വരിക. ലൈക്ക് അപ്പോൾ ഹിയർസ് ഓൾ ദ മാസസ് അവരെന്താ ചോദിക്കുന്നത്, വാട്ട് ഇറ്റ്സ് മിസ്സിങ്. നമ്മളൊരു വലിയ ഒരു വൈറ്റ് ഒരു ബോർഡിൽ നടുക്കൊരു ബ്ലാക്ക് ഡോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാവരും ഡോട്ട് ശ്രദ്ധിക്കുള്ളൂ. അത്രയും ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ, എഗെയിൻ ഐ എം യൂസിങ് ദ കളർ വൈറ്റ് കളറുള്ള ഒരു ബോർഡിൻ്റെ ഒരു ചെറിയൊരു എഡ്ജ് ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഭാഗം ഓക്കെ ആണെന്നുള്ളതിനേക്കാളും ആളുകളുടെ ശ്രദ്ധ എപ്പോഴും വാട്ട് ഈസ് മിസ്സിങ് അല്ലെങ്കിൽ എന്താണോ പൊട്ടിപ്പോയത് എന്നുള്ളതിലേക്കായിരിക്കും ഉണ്ടായിരിക്കും. സോ ദ ബോഡി പക്ഷെ തൻ്റെ കയ്യിലുള്ള ലെറ്റേഴ്സൊക്കെ ബോഡി കൊടുക്കുകയാണ്. ബോഡി എന്ന് ഡി ഇല്ലാത്ത ആ ബോഡീൻ്റെ ബാക്കി ലെറ്റേഴ്സൊക്കെ ദ ബോഡി ഓഫേഴ്സ് ഓൾ ഓഫ് ഇറ്റ്സ് ലെറ്റേഴ്സ്. ബി അതിൽ ബി സ്റ്റാൻഡ്സ് ഫോർ ബർത്ത്, അത് ബോഡീൻ്റെ ബർത്താണ്. O for the operation, Y for the lack left in its genes. അപ്പം Y we know X chromosomes and Y chromosomes. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ അഭാവം ഇൻ ദ സെൻസ് ഏതൊരു ഡൊമിനൻസ് ആണ് നമ്മൾ ഇപ്പോൾ ജീൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജനറ്റിക്കലി ഡൊമിനൻസ് ആണ് ആ പെർസ്പെക്റ്റീവിൽ പറയാം. ഓഫ് ദ ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ തന്നെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ട്രാൻസ് വുമനൊക്കെ സെക്സ് റിയലൈൻമെൻറ്റ് സർജറീസൊക്കെ ചെയ്യാറുള്ള ആളുകൾ. ഇപ്പോൾ ഇൻ മെനി കൺട്രീസ് ഇറ്റ്സ് ക്വൈറ്റ് സക്സസ്ഫുൾ, ബട്ട് നോട്ട് ഇൻ ദ കേസ് വിത്ത് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡെത്തും സൂയിസൈഡ്സും ഒക്കെ നമ്മൾ പേപ്പർ ന്യൂസിലൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെയാണ്. സോ അത് ആ ഒരു അതിലേക്കും കൂടെ ഒരു ഇംപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്
പോയിട്ട് ഈ ഒരു BOY അപ്പോഴും D എന്നുള്ള അക്ഷരമില്ല. The body offers all of its letters, B for the birth, O for the operation, Y for the lack left in its genes. What this boy would abandon for the risk of being real. So റിയൽ ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അബാൻഡൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർ ദ റിസ്ക് ഓഫ് ബീങ് റിയൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ട് ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം റിയൽ ആവുന്ന സമയത്ത് സൊസൈറ്റി ഇവരെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. ദ ബോഡി ഈസ് റിയൽ enough and too much existing as its own erasure. റിയൽ ആണ്, ഇറ്റ്സ് റിയൽ ഇനഫ്. റിയൽ ഇൻ ദ സെൻസ് ലൈക്ക് മാൻ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരാൾക്ക് ഫെമിനൈൻ ഏജസ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു എന്നാൽ ഒരു അതേസമയം ഒരു ഫെമിനൈനായിട്ട് ഫീമെയിലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു കൺസേൺസ് ആണ്. അതുപോലെ പക്ഷെ അപ്പോൾ അതൊരു ഇവർ ഏത് രീതിയിലാണോ ഇവർ നിൽക്കുന്നത് എന്നുള്ള ഇപ്പോൾ ഒരു ഹോളോനെസ് ഇവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഹോളോനെസ്സിൻ്റെ പുറത്ത് ഇവർ തന്നെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ലൈക്ക് വിത്ത് ഓൾ ദയർ ഡ്രസ്സിങ് അപ്പ് ആൻഡ് മേക്കപ്സ്. അപ്പോൾ അത് ആ ഒരു റിയൽ ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഇറ്റ്സ് റിയൽ ഇനഫ് ആൻഡ് ടു മച്ച് എക്സിസ്റ്റിംഗ്. റിയൽ ആണ്, അറ്റ് ദ സെയിം ടൈം ടു മച്ച് എക്സിസ്റ്റിംഗ് ആസ് ഇറ്റ്സ് ഓൺ ഇറേസർ. സ്വയം ഇറേസ് ചെയ്തപ്പെടുന്ന രീതിയിൽ. വാട്ട് എൻ എലൂസീവ് ഡി. അപ്പോൾ ഈ ഒരു ഡി ബോഡിയിലെ ഡി എന്ന് പറയുന്നത് വളരെ വഴുതി കളിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു പിടുത്തം കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡി ആയിട്ടാണ് ഈ ബോഡി എന്നുള്ളതിൽ ഡി വരുന്നത്. ഇവേഡിങ് റിമൂവൽ. അപ്പോൾ ട്രൈങ് ടു അവോയ്ഡ് എസ്പെഷ്യലി ബൈ ട്രിക്ക് എന്നാണ് ഇവേഡ് ചെയ്യുന്നത്. അപ്പോൾ റിമൂവലിന് അല്ലെങ്കിൽ അവോയ്ഡിങ് റെക്കഗ്നീഷൻ, ലീവിങ് ജസ്റ്റ് എ ബോഡി. ഈ ഡി ആണ് ഇതിലൊരു പ്രശ്നമായിട്ട് പോയിട്ട് ഡിയിലേക്കാണ് എല്ലാ പ്രശ്നവും ചുരുക്കുന്നത്. സോ ലിവിങ് ജസ്റ്റ് എ ബോഡി. ഇപ്പോൾ ബോഡി ഡി ഇല്ലാത്തൊരു ബോഡി ആയിട്ട് തന്നെയാണ് അപ്പോഴും അവസാനം വരുന്നത്. ഇവേഡിങ് റിമൂവൽ ആൻഡ് അവോയ്ഡിങ് റെക്കഗ്നീഷൻ. സോ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് ഡി തിങ് ഓർ ദ ബോഡി. അതർവൈസ് ദ ബോഡി ഈസ് റിയൽ ഇനഫ് ആൻഡ് ടു മച്ച് എക്സിസ്റ്റിംഗ്. ഈ പിടുത്തം കിട്ടാത്ത ഈ ഡി ഇല്ലാത്തത് കാരണം ആണ് ഈ ഒരു ഐഡൻറ്റിറ്റി. ഡി ഇൻ ദ സെൻസ് ഡി എന്ന വാക്ക് അക്ഷരം എന്നുള്ളതിനേക്കാളും ഈ ഒരു വാട്ട് ഈസ് മിസ്സിങ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് പോയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ അത് എഗൈൻ ബോയ് ആയിട്ട് തന്നെ മാറുകയും ചെയ്യും. അപ്പം ഡി ഇല്ല എന്ന് കരുതിയത് കംപ്ലീറ്റ്ലി ബോയ് ആവുകയില്ല. സോ ദാറ്റ്സ് ഇസ് ദ കൺസേൺ. ആൻഡ് ലിവിങ് ദാറ്റ് ഈസ് നെവർ ലോസ്റ്റ്. അപ്പം ലിവിങ് ജസ്റ്റ് എ ബോഡി, അവസാനം ബാക്കിയാവുന്നത് ഡി ഇല്ലാത്ത ബോഡി തന്നെയാണ്. ദാറ്റ് ഈസ് നെവർ ലോസ്റ്റ്. ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് കാൺ ബി ഫൗണ്ട്. ഇറ്റ്സ് നെവർ ലോസ്റ്റ്. നഷ്ടപ്പെടാത്തൊരു സാധനം, പക്ഷേ ഒരിക്കലും നഷ്ടപ്പെടാത്ത എന്നാൽ കണ്ടുകിട്ടാത്ത ഒരു സംഗതിയായിട്ടാണ് പോയിട്ട് ഈ ഒരു ബോഡിയെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ ദ കൺസേൺസ് ഓഫ് ബീങ് എ ട്രാൻസ് പേഴ്സൺ. ട്രാൻസ് വുമൻ ആയിട്ടുള്ള ജെസ്സി സമീർ പ്രസൻറ്റ് ചെയ്യുന്ന കൺസേൺസ് ആണ്. So body has been a recurring theme in trans poetry. In this poem, she projects the imperfections of human body and presents it as caught between masculine and feminine. It's literally the word body without the d, boy. The poem problematizes trans experience and is intentionally giving double meaning to body, first as the word body and second as boy. Within the poem, she speaks about how she has too much flesh and not enough, representing how she feels she was born in a body not meant for her even after surgeries. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കൺസേൺസ് ആണ് സമപ്പ് ചെയ്തതാണ്. Throughout the entire poem, a common theme is the judgment of the other people around there. അപ്പം there again അവരുടെ ഒരു വലിയൊരു കൺസേൺ അവരുടെ ഇന്റേണൽ കൺസേൺസ് ഉള്ളതിനേക്കാളപ്പുറം സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അവരോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് അവരെ വറി ചെയ്യുന്നതെന്നും കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഹിയർ ഇസ് എ പോം. താങ്ക് യു.